Hello dears, welcome back. Ramadan Mubarak. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഈ ഒരു റമദാൻ ടൈമിലൊക്കെ നമ്മൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ. അതായത് നമ്മളുടെ കോഴിക്കോടൻ പഴം നിറച്ചതാണ്. അപ്പോൾ ഇത് കോഴിക്കോട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ്. എന്തായാലും കുറേ സ്നാക്ക് ഐറ്റംസ് ഒക്കെ ഈ ഒരു സമയത്ത് എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് പാൻ ചൂടാകുമ്പോഴത്തേക്കിനും അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും നമ്മളൊരു 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതൊന്നും നുറുക്കിയിട്ടാണ് ഇടുന്നത്. നമ്മൾ മിക്സിയിലൊന്നും ഇട്ട് അങ്ങനെ പൊടിക്കുന്നൊന്നുമില്ല. അങ്ങനെ പൊടിക്കുമ്പോഴത്തേക്കിനും ഒരുപാട് അങ്ങ് കുഞ്ഞു കുഞ്ഞു അങ്ങ് പൊടിയായി പോകത്തില്ലേ. നമുക്കൊന്ന് നുറുക്കിയാൽ മാത്രം മതി. അപ്പം അതിട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയം ആകുമ്പോഴത്തേക്കിനും നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റേസിൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാമേ. ആദ്യം തന്നെ റേസിൻസും കാഷ്യൂ നട്ട്സും ഒരുമിച്ച് ഇടുന്നില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ റേസിൻസ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. കാരണം റേസിൻസിന് വളരെ പെട്ടെന്ന് തന്നെ അതങ്ങ് വഴന്ന് വരുമല്ലോ. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് നമ്മളുടെ ആ ഒരു കാഷ്യൂ നട്ട് അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഈ റേസിൻസും നല്ല ഒരു ഗോൾഡൻ കളറിൽ വന്ന് നല്ലതുപോലെ വീർത്ത് വന്നു. ആ ഒരു ടൈമിൽ നമ്മൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തേങ്ങ ആഡ് ചെയ്തത് നല്ലതുപോലെ ഒന്ന് മൂക്കട്ടെ. അതിന്റെ കളർ നല്ലതുപോലെ ഒന്ന് മാറി വരുന്നതാണ് നല്ലത്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്കൊക്കെ ഒന്ന് വരും. ആ സമയത്തേക്കിന് നമുക്ക് അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര നമുക്കിവിടെ ഒരു 2 ടേബിൾ സ്പൂൺസ് ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇനി ഇതിൽ ഷുഗർ വേണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലും കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിലും ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺസ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. എന്തായാലും നമ്മൾ ഈ പഴം നിറച്ചതൊക്കെ ഉണ്ടാക്കുമ്പം ആ പഴത്തിന്റെ ഒരു മധുരമൊക്കെ ഉണ്ടാവും. അപ്പം ആവശ്യത്തിനുണ്ട്. ഇതിന്റെ കളർ ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് നല്ലൊരു കളറും മണവും ഒക്കെ വരും. അപ്പോഴത്തേക്കിനും നമുക്ക് അതിലേക്ക് ഏലക്കയുടെ പൊടി ആഡ് ചെയ്യാം. ഏലക്കയുടെ പൊടി ഒരു 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അത്രയൊക്കെ ആഡ് ചെയ്താലും മതി. ഇത്രയും കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഈ ഒരു കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇത് ബനാനയുടെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ ഒരു സ്റ്റഫ് ചെയ്യാനുള്ള സംഭവം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോഴത്തേക്കിനും ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ തീ ഒരുപാട് കൂട്ടി വെക്കേണ്ട. തീ ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. നമുക്ക് ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കഴിയുമ്പോൾ തന്നെ ഇതിന്റെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി നമുക്ക് വേണ്ട ഒരു പരുവത്തിലേക്ക് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ളൊരു കൂട്ടാണ്. അപ്പം അതൊന്ന് മാറ്റി വെച്ചേക്കാം. ഇനി നമ്മളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് അല്ലെങ്കിൽ ഒരു 1/4 കപ്പൊക്കെ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദ ഇട്ടിട്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഇട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിക്കേണ്ട. കുറച്ച് ഒഴിച്ച് നമുക്കിതിനിങ്ങനെ കലക്കി എടുക്കാം. അപ്പം ഇത് നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരുവുണ്ടല്ലോ. നമ്മൾ ഈ അല്ലാതെ തന്നെയൊക്കെ ഈ മൈദയും കൊണ്ടൊക്കെ പശ ഉണ്ടാക്കുമല്ലോ. അപ്പം ആ ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഒരുപാട് വെള്ളം ഒഴിക്കാതെ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങനെ കുഴച്ച് വരുമ്പോഴത്തേക്കിനും നമുക്ക് ആ ഒരു കറക്റ്റ് പരുവം കിട്ടും. നമ്മൾ സ്പൂണിൽ എടുക്കുമ്പോഴത്തേക്കിനും അതിങ്ങനെ ഒലിച്ചങ്ങ് വീണു പോവല്ല. ഇങ്ങനെ കുറുകി തന്നെ സ്പൂണിൽ ഇങ്ങനെ പറ്റിയിരിക്കുന്ന ഒരു പരുവായിരിക്കണം കേട്ടോ. അതാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിത് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റഫ് ചെയ്യാൻ പോകുന്ന ബനാനയിൽ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇങ്ങനെ വലിയുന്ന ഒരു പരുവായി കഴിഞ്ഞാൽ നിർത്താം. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ എടുക്കുന്നത് നമ്മൾ 4 ഏത്തപ്പഴം എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരുപാട് പഴുത്തതും അല്ല, എന്നാൽ ഒരുപാട് പച്ചയുമല്ല. ഒരു അത്യാവശ്യം പഴുപ്പായിട്ടുണ്ട്. കാരണം ഒരുപാട് പഴുത്തതാണെങ്കിൽ അതങ്ങ് പെട്ടെന്ന് ഇങ്ങനെ ഞെങ്ങിപ്പോവും. നമുക്ക് അത് വേണ്ട, കുറച്ചൊരു സ്റ്റിഫ്നെസ് വേണം. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ പഴം അതിൻ്റെ മുകളിലത്തെ ആ ഒരു ഞെടുമ്പുണ്ടല്ലോ അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയും. അതിനുശേഷം നമ്മൾ ഈ ബനാനയിൽ ഓപ്പണിംഗ് കൊടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഓപ്പണിംഗ് ആണ് കൊടുക്കുന്നത്. ആ 2 എണ്ണം ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത്. ഇതിലും കൂടുതൽ ഓപ്പണിംഗ് കൊടുക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇതിലും കൂടുതൽ ഓപ്പണിംഗ് കൊടുക്കുമ്പോഴത്തേക്കിനും അത് ചിലപ്പോഴൊക്കെ വിട്ടു പോകാനും അതിൻ്റെ ഉള്ളിലുള്ളത് താഴെ പോകാനും ഇപ്പം തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇപ്പം നല്ലതുപോലെ എക്സ്പീരിയൻസ് ആയി ഇത് നല്ലതുപോലെ ഇത് ഉണ്ടാക്കാനായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ 3 or 4 ഓപ്പണിംഗ് കൊടുത്താലും അവർക്ക് ചിലപ്പോൾ കുഴപ്പമുണ്ടാവത്തില്ല. പക്ഷേ എങ്കിലും നിങ്ങളിത് ഉണ്ടാക്കാനായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളെങ്കിൽ 2 ഓപ്പണിംഗ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാ ബനാനയിലും നമ്മൾ ഇതേപോലെ 2 ഓപ്പണിംഗ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേനും രണ്ടും എക്സാക്ട്ലി ഓപ്പോസിറ്റ് സൈഡിൽ ആയിട്ട് വരാതെ നോക്കണം. അങ്ങനെയാണെങ്കിൽ ഇതങ്ങ് കീറിപ്പോവും. നമ്മൾ ഒരു സൈഡിൽ ഓപ്പണിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് അല്ല, ഒരു സൈഡിലായിട്ട് വേണം അടുത്ത ഓപ്പണിംഗ് കൊടുക്കാൻ. അത് കൊടുത്തതിന് ശേഷം ഈ തൊലി ഇപ്പം നമ്മൾ മാറ്റിയിട്ടില്ല കേട്ടോ. അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റഫ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു കൂട്ടുണ്ടല്ലോ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൈ ഉപയോഗിച്ച് തന്നെയാണ് കേട്ടോ നിറയ്ക്കുന്നത്. ഞാൻ സ്പൂൺ ഉപയോഗിച്ച് നോക്കുമ്പോഴത്തേക്കിനും അത് അങ്ങനെ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നൊന്നുമില്ല. കൈ ഉപയോഗിച്ചിട്ടാകുമ്പോഴത്തേനും നമുക്ക് നല്ല കൃത്യമായിട്ട് ആ ഒരു അതിൻ്റെ ഉള്ളിലേക്ക് കയറി
നമുക്ക് നല്ലതുപോലെ ഞെക്കിയൊക്കെ വെക്കാൻ പറ്റും. അപ്പം നമ്മൾ 2 ഓപ്പണിംഗ് ഇട്ട് കൊടുത്തല്ലോ, ആ 2 ഓപ്പണിങ്ങിലും ഇതേപോലെ തന്നെ നിറയ്ക്കും. നമ്മൾ ഈ സ്ലിറ്റ് പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് ഡെപ്തിലേക്കും ആവുന്നില്ല കേട്ടോ. അങ്ങനെ ആകുമ്പം അതിൻ്റെ അപ്പുറത്തെ വശം കൂടെ മുറിഞ്ഞിട്ട് നമ്മൾ ഈ സ്റ്റഫ് ചെയ്ത് കൊടുക്കുന്നത് ആ സൈഡിൽ കൂടെ താഴെ പോവും. നമ്മളൊരു ബോട്ട് പോലെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ നമുക്ക് സ്റ്റഫ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ ഇത് കട്ട് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ 2 സൈഡും സ്റ്റഫ് ചെയ്തതിന് ശേഷം ഒന്ന് തിരിച്ചു നോക്കിയാൽ കാണാൻ പറ്റും ഇത് താഴെ പോകുന്നില്ല. നമ്മളതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ഇതിൻ്റെ താഴേക്ക് വിട്ടു പോവത്തില്ല. വിട്ടു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആ അകത്തേക്ക് വെച്ചിട്ടുള്ളത് കറക്റ്റായിട്ട് കയറിയിട്ടില്ലെന്നാണ്. അപ്പം ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ആ 4 ഏത്തപ്പഴവും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു 2 സൈഡിൽ. എന്നിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും ഉള്ളിൽ നമ്മൾ സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ സ്റ്റഫ് ചെയ്തേക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, ഇപ്പോൾ അത് ഓപ്പൺ ആയിട്ടിരിക്കുവാണല്ലോ, ഇങ്ങനെ വീർത്തിരിക്കും. അതിന് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഇത് എണ്ണയിലൊക്കെ ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അത് നമ്മൾ ഒട്ടിക്കുന്നതിന് മുൻപായിട്ട് ഇതിൻ്റെ തൊലി മാറ്റും. അപ്പോൾ ഈ സമയത്താണ് കേട്ടോ തൊലി മാറ്റുന്നത്. നമ്മൾ ആ കട്ട് ചെയ്ത് കൊടുത്തു, ഉള്ളിൽ സ്റ്റഫ് ചെയ്തു, അതിന് ശേഷമാണ് നമ്മൾ ആ തൊലി മാറ്റുന്നത്. തൊലി മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് അടിയിലത്തെ ആ ഒരു ഞെടുമ്പിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അതിങ്ങനെ കട്ട് ചെയ്തിട്ട് ആ തൊലി അതിൻ്റെ കൂടെ അങ്ങ് എടുത്തു മാറ്റുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ നല്ല കെയർഫുള്ളി ചെയ്താലും മതി. ഒരുപാട് സ്പീഡിലൊക്കെ അങ്ങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ചിലപ്പം നമ്മൾ ഈ സ്റ്റഫ് ചെയ്തേക്കുന്നത് വിട്ടു പോവാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് പിടിച്ച് വലിക്കുകയൊന്നും ചെയ്യാതെ പയ്യെ നമ്മൾ ആ ഒരു താഴത്തെ ഞെടുമ്പിൻ്റെ പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അവിടുന്ന് അതിനോട് ചേർത്ത് ആ തൊലി ഇങ്ങനെ താഴേക്ക് വലിക്കുമ്പോഴത്തേക്കിനും ഒട്ടും തന്നെ വിട്ടുപോവാതെ ആ തൊലി മുഴുവനായിട്ട് അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ബനാന നമ്മൾ ഒട്ടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒട്ടിച്ചിട്ട്, അതായത് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ഒരു മൈദ മാവുണ്ടല്ലോ, അത് വെച്ചിട്ട് അത് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളിത് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ പോവാണ്. കാരണം നമ്മളിപ്പം ഒരു ബനാന എടുത്തു, ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്ന ബനാന എടുത്തു, അവിടെ നമ്മൾ ഈ മൈദയുടെ കൂട്ട് വെച്ച് ഒട്ടിച്ചിട്ട് നമ്മൾ പാത്രത്തിൽ വെച്ച് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ മൈദ നമ്മൾ വെച്ചേക്കുന്ന പാത്രത്തിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഒട്ടിയൊക്കെ പോവാനും താഴേക്ക് വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ബനാന എടുത്തിട്ട് അതിനിങ്ങനെ അതിൻ്റെ ഒരു ഓപ്പണിംഗ് പോർഷനിൽ നമ്മൾ ഈ മൈദയുടെ കൂട്ട് വെക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ സമയത്ത് തന്നെ നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാനും എണ്ണയും റെഡിയാക്കി വെച്ചിട്ടുണ്ടാവണം. അപ്പം അത് ചൂടാവുമ്പം അതിലേക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇനി അങ്ങനെ പോലും നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മളിപ്പോൾ 2 സൈഡിലാണല്ലോ ഓപ്പണിംഗ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുവാണ് ഇതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ മൈദയും കൊണ്ട് ഒട്ടിച്ചു, അതിനുശേഷം മറ്റേ സൈഡിലും ഒട്ടിക്കുന്നു, എന്നിട്ട് ഇത് എണ്ണയിലേക്ക് ഇടുന്ന സമയം കൊണ്ട് ഒരു സൈഡിൽ മൈദ ഇങ്ങനെ വിട്ടു പോകുന്നു എന്നൊക്കെ തോന്നുവാണെങ്കിൽ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പാൻ ചൂടാക്കുക, അതിലേക്ക് എണ്ണ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത് അത് ചൂടാവുമ്പോഴത്തേക്കിനും നമ്മൾ ഈ എടുത്തിട്ടുള്ള സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു ബനാന എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഈ മൈദയുടെ കൂട്ട് വെച്ചിട്ട് ഒട്ടിക്കും. എന്നിട്ട് ആ സൈഡ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മറ്റേ സൈഡായിരിക്കും ശരിക്കും മുകളിലോ സൈഡിലോ ആയിട്ട് നമുക്ക് ഓപ്പണിംഗ് ആയിട്ട് ഇരിക്കുന്നത് കാണാൻ പറ്റും. ഇത് ഈ പാനിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ മൈദയുടെ കൂട്ടുകൊണ്ട് അവിടെ ഇങ്ങനെ ഒട്ടിക്കാം. കുറച്ചൊന്ന് കെയർഫുൾ ആയിരിക്കണം, കയ്യിൽ എണ്ണയൊന്നും തെറിക്കാനൊന്നും പാടില്ല. ഇതാണെങ്കിൽ ഒട്ടും തന്നെ ഈ ഒരു ഓപ്പണിങ്ങിന്റെ പോർഷൻ വിട്ടു പോവത്തേ ഇല്ല കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ എടുക്കുന്ന ഈ ഒരു കൂട്ട് അതിൻ്റെ ഒരു വെള്ളം കൂടിക്കഴിഞ്ഞാൽ അതങ്ങ് ഒലിച്ചു പോകും. ഇതിപ്പോൾ കണ്ടോ, നമ്മൾ ആ ഒട്ടിക്കുന്ന പോർഷനിൽ അങ്ങനെ തന്നെ ഇരിക്കും, അതങ്ങ് ഒലിച്ചൊന്നും പോവത്തില്ല. നമ്മൾ ഈ എടുത്തിട്ടുള്ള എല്ലാ ഏത്തപ്പഴവും ആദ്യം തന്നെ ഇത് ഫുൾ മൈദയൊക്കെ അതിൻ്റെ ഓപ്പണിങ്ങിലൊക്കെ ചേർത്ത് വെച്ചിട്ട് ഒരുമിച്ചല്ല ഞാൻ എണ്ണയിലേക്ക് ഇടുന്നത്. ഓരോന്നായിട്ടാണ് ഈ ഓപ്പണിങ് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് എണ്ണയിലിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലതായിട്ട് വരുന്നതായിട്ട് തോന്നിയത്. അതിൻ്റെ ഒരു സൈഡൊക്കെ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് അതൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കിനും നമുക്കിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ സൈഡും ഒരു 4 സൈഡും നല്ലതുപോലെയൊക്കെ ഒരു ഗോൾഡൻ കളറൊക്കെ ആയി വരുമ്പോഴത്തേക്കിനും നമുക്കിത് എടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. ഇതാണ് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കോഴിക്കോടൻ പഴം നിറച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ് ഇത്. ഫുൾ ഫ്രൈ ആയതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കട്ട് ചെയ്യുമ്പോഴും ഇതിൻ്റെ ഉള്ളിലെ സ്റ്റഫ് ഒന്നും വിട്ടു പോവത്തില്ല കേട്ടോ. കാരണം ഇത് നമ്മൾ ഒട്ടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കിനും കറക്റ്റായിട്ട് ഉള്ളിൽ സ്റ്റഫിങ്ങും കൂടെ ഉള്ള ഒരു ഫ്രൈഡ് ബനാനയുടെ പീസായിരിക്കും ഓരോരുത്തർക്കും എടുക്കാനായിട്ട് പറ്റുന്നത്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടമാകും. ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, എൻ്റെ അടുത്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.